പലപ്പോഴും പല ബിസിനസ്സുകാരും അവരുടെ ബിസിനസ് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ബിസിനസ് എന്തുകൊണ്ട് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മളൊരു നല്ല ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരേ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ആളുകളെ ആകർഷിക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന്. കാരണം അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് ദേ ആർ ഓൾസോ ഗ്രോയിങ് വെരി ഫാസ്റ്റ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ബിസിനസ് മറ്റുള്ളവരിലേക്ക് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാല്യൂ പ്രൊപ്പോസിഷൻ വളരെ ക്ലിയർ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാല്യൂ പ്രൊപ്പോസിഷൻ ക്ലിയർ ആക്കണമെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, വൈ ഷുഡ് ദ കസ്റ്റമർ ബൈ ദ പ്രോഡക്റ്റ് ഓർ സർവീസ്? എന്തിനാണ് ഈ ഒരു കസ്റ്റമർ ഈ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഈ ഒരു സർവീസോ വാങ്ങുന്നത് എന്ന്, മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നത് എന്നല്ല, എന്തിനാണ് ഈ ഒരു കസ്റ്റമർ ഈ ഒരു പ്രോഡക്റ്റ് ഈ സർവീസ് വാങ്ങുന്നത് എന്ന് നമ്മൾ ആദ്യം അറിയണം. രണ്ടാമത് ചോദിക്കേണ്ട ക്വസ്റ്റ്യന്, എന്തിന് ഈ ഒരു കസ്റ്റമർ എന്നിൽ നിന്ന് വാങ്ങിക്കണം, എൻ്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കണം? അവർക്ക് മറ്റുള്ള ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ആവശ്യമുള്ള കസ്റ്റമർ എന്തിന് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കമ്പനിയിൽ നിന്ന് എൻ്റെ പ്രോഡക്റ്റോ എൻ്റെ സർവീസോ വാങ്ങിക്കണം എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഈ ഒരു 2 ക്വസ്റ്റ്യൻ നമ്മൾ ഇരുന്ന് നല്ല രീതിയിൽ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് മറ്റുള്ള കമ്പനികളിൽ നിന്നും ഞാൻ വളരെ വ്യത്യസ്തമായി ചെയ്യേണ്ടത് എന്ന്. ഇതായിരിക്കണം നമ്മുടെ കമ്പനിയിലെ നമ്മുടെ വാല്യൂ പ്രൊപ്പോസിഷൻ. എപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു സംഭവം, എന്ത് വാല്യൂ പ്രൊപ്പോസിഷനാണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുക. ഈ വാല്യൂ പ്രൊപ്പോസിഷൻ വെച്ചായിരിക്കണം നമ്മളുടെ ഓരോ മാർക്കറ്റിങ്ങും നമ്മൾ അലൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഐഫോൺ വാങ്ങിക്കുന്ന ഒരാൾക്ക് ശരിക്കും വേണ്ടത് അവർക്ക് ഒരു ഫോൺ ഉപയോഗിക്കുന്ന എന്നുള്ളതിലുപരിയായിട്ട് ഒരാളുടെ മെൻറ്റാലിറ്റി ചിലപ്പോൾ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും. മറ്റൊരാൾ ചിലപ്പോൾ ഫോണിൻ്റെ ആവശ്യത്തിനായിരിക്കാം ഐഫോൺ വാങ്ങിക്കുന്നത്. നേരെ മറിച്ച് വേറെ ഒരു കസ്റ്റമർ അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. സെയിം കേസാണ് നമ്മളൊരു ടൊയോട്ട വണ്ടി വാങ്ങിക്കുന്ന ആളും അതേപോലെ തന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള BMW, ബെൻസ്, ഫെറാരി ഇങ്ങനത്തെ വണ്ടികൾ വാങ്ങിക്കുന്ന ആളുകളുടെയും മെൻറ്റാലിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. അവർക്ക് ഒരു കാറ് വേണമെന്നുള്ളതല്ല, നേരെ മറിച്ച് അവർക്ക് അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത് അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു ഫീലിംഗ് വെച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ ഒരു കാറിൻ്റെ ഫീച്ചർ പറഞ്ഞുകൊണ്ടോ ഒന്നും അല്ല നമ്മൾ അങ്ങനെ അല്ല നമ്മൾ അയാളിലേക്ക് പിച്ച് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരു കാർ ആവശ്യത്തിനാണ് ഒരാൾ വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഈ കാറിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ അറിയേണ്ടത്, നമ്മൾ നോക്കേണ്ടത് ഈ 2 കാര്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളുടെ ആൻസർ ആയിരിക്കണം നമ്മളുടെ വാല്യൂ പ്രൊപ്പോസിഷൻ. അതായത് 1, എന്തിനാണ് കസ്റ്റമർ ആ പ്രോഡക്റ്റ് സർവീസ് വാങ്ങിക്കുന്നത്? 2, എന്തുകൊണ്ട് ആ കസ്റ്റമർ ഈ ഒരു പ്രോഡക്റ്റോ സർവീസോ എൻ്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്തുകൊണ്ട്? ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വാല്യൂ പ്രൊപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാല്യൂ പ്രൊപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിലേക്ക് അവരെന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സിലുള്ള പെയിൻ എന്താണ്, അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഫീലിംഗ് എന്താണ്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിങ്ങുമായി നമ്മൾ അവരിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ കമ്പനിയിൽ നിന്നും നമ്മുടെ സർവീസോ നമ്മുടെ പ്രോഡക്റ്റോ വാങ്ങാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ നിങ്ങളുടെ വാല്യൂ പ്രൊപ്പോസിഷൻ അത് വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോകുന്ന എല്ലാ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിലും ഈ ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ ഉണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ക്വാളിറ്റി ലീഡ്സ് കൊണ്ടുവരാൻ പറ്റും. വരുന്ന ലീഡ്സുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഉപകാരം. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ വാല്യൂ പ്രൊപ്പോസിഷൻ ഡിഫൈൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ, മൈസെൽഫ് സുഹാസ് ചപ്പാലി, ദ പ്രോഫിറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് an international business coach. Thank you so much everyone. Bye bye.